എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ടാണ് ഞാൻ ഈ ചാനലിൽ വരാറ്. ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ഗാർലിക് ബട്ടർ പ്രോൺസ് ആണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കോംബോ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ചോപ്പ് ചെയ്ത ഗാർലിക്ക്, ചോപ്പ് ചെയ്ത ജിഞ്ചർ, സവാള, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാപ്പാൽ, നമ്മുടെ പ്രോൺസ്, ബട്ടർ. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് പ്രോൺസ് ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. നമ്മൾ പ്രോൺസ് ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മുടെ പ്രോൺസിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ ബട്ടറിലേക്ക് അങ്ങ് സ്പ്രെഡാവും. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരും കേട്ടോ. എന്നിട്ട് ആ ബട്ടറിലേക്ക് തന്നെയാണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോംബോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പ്രോൺസൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺസ് ഒന്ന് കോരി മാറ്റണേ. വെറൈറ്റി ഡിഷസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തത്. ഇനി അതൊന്ന് ഷാലോ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഗാർലിക് ബട്ടർ പ്രോൺസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബട്ടർ ആഡ് ചെയ്യുന്നത്. ആ ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് നിൽക്കണം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രീൻ ചില്ലിയാണ്, ഏകദേശം ഒരു 4 എണ്ണം കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ഇനി കറി ലീവ്സ്, അത് കഴിഞ്ഞ് വെച്ചാൽ ചോപ്പ് ചെയ്ത് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത്. എല്ലാം 1/4 ടീസ്പൂൺ വെച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാടി എടുക്കാം. വാടി വന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാലാണ്, 1-ാം പാലാണ്, നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച പ്രോൺസ് അതിലേക്കൊന്ന് തട്ടിക്കൊടുക്കണേ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെയൊക്കെ കൂടെയോ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ ഒരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ടേസ്റ്റ് അറിയാൻ പറ്റും. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ബട്ടറും നമ്മുടെ കോക്കനട്ട് മിൽക്കും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. പറയുമ്പോൾ തന്നെ നല്ല നാവിൽ വെള്ളം ഊറുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ, ചുമ്മാതെ പറയുന്നതല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. ഇനി നല്ല നല്ല വീഡിയോസുമായി കാണാം.